കോഴിയോ? ആ എന്നാ ചാച്ചൻ ഇവിടെ ഇരിക്കുന്നേ. ആ മേശപ്പുറത്ത് നിന്ന് കഴിക്കുന്നേ. എന്തിനീ ബുദ്ധിമുട്ടി കഴിക്കണേ? ഞങ്ങള് പിള്ളേരല്ല. അല്ല ഇലക്കകത്ത് കൊടുക്ക്, നമുക്ക് സദ്യ കഴിക്കാം. ആ ഇത് ഉണ്ണിയുടെ ഇലയാണോ? ഇത് നിന്റെ ഇല, എൻ്റെ ഇലയോ? ആ അമ്മയും ചാച്ചനോടാ ഇവിടെ ഇരിക്കട്ടെ, മേശപ്പുറത്ത് ഇരിക്കട്ടെ. ആ തീർത്തല്ലേ? ആ ടോണി വാ. ചോറ് ഇത് അടച്ചിട്ട് ഈച്ച് കയറില്ലേ? ഇത് എന്നടി? ഇത് മീനല്ലടി, പപ്പടം, കൂട്ടുകറി, പച്ചടി. ഇത് പച്ചടിയല്ലേ? തോരൻ, ബീഫ്, സാലഡ്, പേരി. ഇല ഇട്ടോളൂ ചാച്ചൻ, ഇല ഇട്ടോളൂ. 2 പേർക്കും വരെ. അമ്മയും അവിടെ ഇരുന്നോ കേട്ടോ. നിങ്ങൾ എൻ്റെ മേശപ്പുറത്ത് ഇരുന്ന് കഴിച്ചാൽ മതി. അതല്ല, അത് എവിടെയെങ്കിലും വെച്ചേര്. അടുക്കള കൊണ്ടു വെച്ചേര്. അടുക്കള കൊണ്ടു വെച്ചേര്. വൈകിട്ട് ഞങ്ങൾ വരുമ്പോൾ എടുത്തോളാം. ഏട്ടാ ഓണി, എടാ അവനെ കൊണ്ട് വാ. ഇലയൊക്കെ വിളമ്പി, എടാ ചോറൊക്കെ വിളമ്പി വെച്ചേക്കണ്. വാ എടാ, വാടാ ഉണ്ണി വാ. പിന്നെ എന്നാണ്ട് ചാടിക്കോ. ജം. യെസ്. ഉണ്ണി ഇത് നിന്റെ ബേബി അല്ല. വാ ഉണ്ണി ഇവിടെ ഇരിക്കും. ഞാൻ ഇവിടെ ഇരിക്കാം. ആ അതെ, ഇവിടെ ഉണ്ടോ നടക്ക്. ആ ഇത്ര കഥ തുറന്നിട്ടില്ല. ഈച്ച കയറും. ഈച്ച ഉണ്ട്. അവൻ അത്രയും മതി. എടാ വാടാ, ഇറങ്ങടാ. ഇല്ലടാ ഉണ്ണി വാ. ഫോട്ടോ എടുത്ത് കഴിച്ചു കൊടുക്കണം. ആ 1000 കാതങ്ങൾ പൂത്തുവെന്ന്. എടാ നിനക്ക് ചോറ് തരത്തില്ലടാ ഉണ്ണി, വാ. മതി. എനിക്കാണ് ഇത്രയും ചോറ് എടുത്തിട്ടേക്കുന്നേ. ഞാൻ ഈ കറിയൊക്കെ തീർക്കാം. എടി ഇത് ടോണിയുടെ, അത് നിന്റെ. ആ സോറി. അയ്യോ ഇച്ചിരി എടുത്തിങ്ങോട്ട് ഇടുവോ? നീ എടുത്തിട്ടോ. ബീഫ് അവ അത്രയും കഴിക്കുകയല്ലോ. ഞാനും ആലോചിച്ചു, നീ ഇന്ന് ബീഫിന് ഇത്ര കൊതിയുന്നു. ഇട്ടോമേ എനിക്ക് അവിയൽ ശാലം മതി, എല്ലാം ശാലിച്ച മതി. കള്ള ഉറക്കം. ഉണ്ണി ജക്കാൾ. ഉണ്ണി ജക്കാൾ. ആ വാ വാ വാ. ഉണ്ണി ജക്കാൾ വാ വാ. പറ്റിച്ചേ. ആ അത്ര മതി. പപ്പടം എന്താ
ഫാനിടണ്ടേ? ശാലിനിയുടെ സദ്യയൊക്കെ അതെ ബീഫിന്റെ അളവ് നോക്കി, എന്നിട്ട് ഉണ്ണിക്കില്ല. എന്നിട്ട് ടോണിക്ക് കൊടുത്തേക്കണോ നോക്കി ഒരു ശാകല. ഞാൻ ചോദിച്ചേട്ടനാന്ന് പറഞ്ഞോണ്ട് ആള് മാറിയിട്ടാ. അത് ഇനി ഇരുന്നോ? അവൻ ഇച്ചിരി പാട്ട് വെച്ചു. അമ്മ എവിടെയാണ് ഇരിക്കുന്നത്? അമ്മ അവിടെ ഇരുന്നാ മതി, നിങ്ങൾ രണ്ടുപേരും അവിടെ ഇരുന്നു. ഈ കഷ്ടപ്പെട്ടെന്തിനാ നിലത്തിരിക്കണേ? ഇത് എന്നെ പോലുള്ള ചില അഭ്യാസികൾക്ക് മാത്രമേ പറ്റുള്ളൂ. എന്നെ പോലെ അടി അത് തിരിച്ചിട്ട് കൊടുത്തേറി ഇനി, അല്ലെങ്കിൽ അത് ആ പ്രശ്നം. ആ ബീഫേ ഇട്ടോ, നീ ഇട്ടോ. ഇരുത്തോ. നിനക്ക് വേണ്ട ഇവിടെ പപ്പടം ഉപ്പുണ്ട്. എന്തിന്റെ കുഞ്ഞാണോ? ഉപ്പ് അതെ ഉപ്പേരി. ഹാപ്പി ഓണം. ഞാൻ കഴിക്കാൻ പോണേ, നീ വേണമെങ്കിൽ വാണ്ടി ഒന്നും ഇരുത്തുവാ. ഇത് നിർത്താനാ അതിനകത്തേക്ക് ഒന്നും വിളമ്പിട്ടില്ല. അയ്യോ ഫ്ലൂട്ടോ, അയ്യോ ഫ്ലൂട്ടോ, ഫ്ലൂട്ടോ. അമ്മയുടെ ഫോണല്ല, അവർക്ക് പാട്ട് വെച്ചു കൊടുക്കണം. ഉണ്ണി അടങ്ങിയിരുന്നോളൂ. അമ്മയുടെ അലമ്പി ഇറക്കണം. ഞാൻ സദ്യ കഴിക്കാൻ പോകണം കേട്ടോ. ഞാൻ സദ്യ കഴിക്കാൻ പോവാണ്. ഇനി വീഡിയോഗ്രാഫി ഒന്നുമില്ല, മാറി. അപ്പൊ ഹാപ്പി ഓണം. ഉണ്ണി ഹാപ്പി ഓണം. ഹാപ്പി ഓണം ആടി. യാ യാ ഉമ്മ ഉമ്മ. ഹാപ്പി ഓണം. അതെന്നാ വേണ്ട വേണ്ട, അതെന്നാ മീൻ കഴിക്കാത്തത്? അത് പ്രോട്ടീൻ വേണ്ടായിരുന്നു. ഇത് ഉണ്ണിയുടെ. എന്താ ഇങ്ങനെ? ഞങ്ങളുടെ ഹായ്. വെള്ളം വന്നില്ല. ഫോട്ടോ അല്ല, ഞാൻ വീഡിയോ എടുക്കണം. വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ കുറേ കോമഡിയൊക്കെ കാണാൻ കിട്ടും. ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്നാ വാ, എന്നാ എല്ലാവരും റെഡി ആയിക്കോ, നമുക്ക് ഫോട്ടോ എടുത്തേക്കാം. അത്തപ്പൂ കിട്ടുന്നുണ്ട്. ആ വീഡിയോ അല്ലേ ഫോട്ടോ? ഇത് വീഡിയോ, ഇത് വീഡിയോ. നമുക്ക് ഫോട്ടോ എടുക്കാം. അങ്ങനല്ല, ഇവിടെ ഞങ്ങൾ നിർബന്ധിച്ചെടുപ്പിക്കുന്ന. എന്നാ ഇനി ഫോട്ടോ എടുക്കാം നമുക്ക്. ഫോട്ടോ എടുക്കാം. ഇവിടെ നിന്ന് ഇറങ്ങി കഴിയണം. എന്നാ നിൽക്കാം. ഇല്ല ഇല്ല ആയില്ല, എടുത്ത് കറിയടാ കറിയടാ. ഉണ്ണിക്കൂടെ എളിയിൽ കയറി.
വാടാ ആ ആ ആ ബൂബു ബൂബു മുറിവ് ആണ്ട്രാ ഉണ്ണി വരുന്നടാ. എടാ ഉണ്ണിക്കോട്ടെ തേടാ പട്ടി ദേ അല്ല ഡോക്ടറെ ചെറുതായിട്ട് എല്ലാം നെഞ്ചോളി അതിൽ എന്ത് പ്രശ്നമില്ല കൊഞ്ചം അടിപ്പെട്ടു അത് ഓയിൻമെന്റ് ഇഞ്ചക്ഷൻ അതുപോലെ അതല്ല ഡോക്ടറെ കുഴപ്പമില്ലാതെ കണ്ടിട്ട് വിട്ടാൽ അതാ சொல்லல സാർ എന്ത് പ്രശ്നമില്ല ഫുള്ള് ആ ഇത് കണ്ടില്ലേ, അത് ഇവരുടെ രണ്ടുപേരുടെ കൂടെ പരിപാടി. അതെ അതെ, നീയാണോ ഡീസന്റ്? ഇത്രയും ഡീസന്റ് പട്ടിക്കുഞ്ഞിനെ നീ കണ്ടോ? നേരാണോടാ, പക്ഷെ നിന്റെ ലക്ഷണം കണ്ടിട്ട് നീ അലമ്പാണല്ലോ. നീ കാണുന്ന പോലെ അല്ലല്ലോടാ. നീ പോരുന്നോ? നീ പോരുന്നുണ്ടോ ഞങ്ങളുടെ അടുത്ത്? പോരുന്നോ നീ? വിട്ടോ ഓടി കളഞ്ഞിട്ട് പോരെ. ഇവനിപ്പോൾ എൻ്റെ മുണ്ട് പറിക്കും. ഞാൻ എൻ്റെ പട്ടിയെ കൊണ്ടുപോയി റൂം ചോദിച്ചു.